ഗൈസ് ഞാൻ ഇവിടെ കടന്നിട്ട് ഫോൺ നോക്കുന്നു. തണുപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്ക് അമ്മേൻ്റെ സാമ്പാറായോ പോയിട്ട് നോക്കിയിട്ട് വരാം. അമ്മേ സാമ്പാറായാ? സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്ന അരപ്പാണ് കേട്ടാ. നല്ല തിളക്കുന്ന സാമ്പാർ. വലിയ വഴുതിരിങ്ങ കഷ്ണം എന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് തിന്നു. പിന്നെ എന്ത് ചെയ്യും, ഞാനെടുത്ത് തിന്നും വലിയ വഴുതിരിങ്ങ കഷ്ണം തൊട്ട്. എനിക്ക് സാമ്പാറിൽ വഴുതിരിങ്ങ കഷ്ണം, ഇതിൽ വഴുതിരിങ്ങൊന്നുമില്ല, കഷ്ണങ്ങൾ കുറവാണ്. അപ്പം ഞാനൊരു തട്ടിക്കൂട്ടി സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇടയിൽ കുറവാണ് സാമ്പാറിൽ. എനിക്ക് സാമ്പാറിനെക്കാട്ട് കുറച്ച് ഇഷ്ടം പുളിശ്ശേരി അല്ലേ. പിന്നെ ഞാൻ എല്ലാ കഷ്ണങ്ങളും പരിപ്പും കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് വെന്ത ശേഷമാണ് മുരിങ്ങാക്കോലും വെണ്ടയ്ക്കും ഇടുക. കാരണം ഞാനത് മുന്നേ ഇടൂല, ഉടഞ്ഞത്. ചില ആൾ വേറെ തന്നെ വേവിക്കും. ഇങ്ങനെ വേറെ തന്നെ വെണ്ടയ്ക്കും മുരിങ്ങാക്കോലും വേറെ വേവിച്ചിട്ട് ഇതിലേക്ക് തട്ട് ചെയ്യുക. ഇത് അരപ്പ് നോക്കട്ടെ. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഇത് ഞാൻ വെള്ളം ഇതാക്കിയിട്ട് കുറച്ച് ലൂസാക്കി. ഇങ്ങോട്ട് കാണിച്ചേ അരപ്പ്. എന്നാൽ തേങ്ങയും പിന്നെ ജീരകം, വെളുത്തുള്ളി, കരിവേപ്പില, കുറച്ച് ഉലുവ, മല്ലിപ്പൊടി, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മൾ കറി വെക്കുന്ന പരിപ്പ്, കുറച്ച് ഒരു നുള്ളു ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം പുളി ഇതെല്ലാം ചേർത്ത് അരക്കും. ഇപ്പോൾ ആ കൂട്ട് അരപ്പിലിടും. ഇതിപ്പോൾ ഇന്ന് കഷ്ണങ്ങൾ കുറവാണ്, പിന്നെ ഓറില്ലത് കൊണ്ട് വെച്ചത്. അല്ലെങ്കിൽ എൻ്റെ എടുക്കാം വഴുതിനിങ്ങ എത്ര കോയക്ക് എത്ര ഉണ്ടായിരുന്നല്ലേ മുത്തേ ഇടാ. കോയക്കെല്ലാം മുറിച്ചിട്ട് നിലത്തെ കൂടെ എൻ്റെ അച്ഛനോട് പിന്നെ വഴുതിനിങ്ങ ഞാൻ ഏട്ടനോട് അതിന് ഒരു നെറ്റ് മേടിച്ച് കെട്ടിയില്ല. അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലോണം കോയക്കുണ്ടാവും. വഴുതിനിങ്ങയും കുഴക്കൊന്നും ഇല്ല ഇതിൽ. എന്നാലും ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തേക്കാം. അരപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സാമ്പാർ കട്ടിയാവും. പിന്നെ ഇവർക്ക് അധികം കട്ടി ഇഷ്ടമല്ല. ലേശം വെള്ളം ചേർക്കട്ടെ. പോയിട്ട് പിന്നെ അതിൽ തന്നെ ഈ തേങ്ങ ഇതെല്ലാം വറക്കുന്നതിൽ തന്നെ ഞാനുണ്ടല്ലോ കട്ടക്കായാണ് ഉണ്ടായിനോളെ. അപ്പോൾ ആ കട്ടക്കായ ഇതിൽ ചേർത്തിന് വറക്കുന്നതിൽ തന്നെ. ഉപ്പുണ്ടാവട്ടെ അമ്മ. നോക്കട്ടെ. ഇത് ഇതാവട്ടെ. ഇല്ല പിന്നെ അല്ല അതിലേക്ക് ഇനി ഇത് കൂടെ ആണല്ലോ. സാമ്പാർ പൊടിയുണ്ട്, മല്ലിച്ചപ്പുണ്ട്. കുറച്ചും കൂടി ഇല്ല പതക്കെട്ട് നല്ലോണം കണ്ടാ. നമുക്ക് പേടിയാണ്. കൂടി ഇല്ല മുത്തേ, ലേശേ ഉള്ളൂ. സാമ്പാർ നല്ല സാമ്പാറല്ല. എന്തായാലും എല്ലാ കഷ്ണങ്ങളില്ലാത്തതിൻ്റെ കുറവ് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അമ്മ വറുത്തിടുന്നതും സാമ്പാർ പൊടിയെല്ലാം ഇടുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതാ കരിവേപ്പില കുറച്ചിട്ട് സാമ്പാർ പൊടി നല്ല മണം. നല്ലോണം ഊതണം. ഇനി എന്തായിരുന്നു ഇത് വാങ്ങി വെച്ച് ഇവിടെ വറുത്തിട്ടാൽ വറുത്തിടണം. വെളുത്തുള്ളി എല്ലാവരും ഇടലുണ്ടോ അറിയില്ല. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കടു വറുത്തിടാം കേട്ടോ. അമ്മ വറുത്തിട്ടോണ്ടിരിക്കുന്ന ഇപ്പൊ ഒരാള് വിളിച്ചിട്ടാണ് നോക്കിയത്. അതിൻ്റെ അടുത്ത് വെറും സാമ്പാർ തൊട്ട് വക്കോന്നു സാമ്പാർ. വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം കൂടി ഇതായി. എനിക്ക് പേടിയാണ്, പക്ഷെ ഭയങ്കര നല്ല ഒച്ചയാണ്. ഈ ഒച്ച ഭയങ്കര ഇഷ്ടമാണ്. ഇത് വറുത്തിട്ടിട്ട് വേണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളെ ഇതാ നോക്ക്, അടിപൊളി സാമ്പാർ തയ്യാർ. സാമ്പാർ തയ്യാർ. അടിപൊളി സാമ്പാർ തയ്യാർ.
നമ്മളെന്നെ പോഴത്ത് ചെയ്യുന്നേ ഞാൻ അല്ലേ? അടിപൊളി അടിപൊളി കുറച്ച് നമ്മളെന്നെ പോഴത്ത് ചെയ്ത്. ഞാൻ തിന്നോക്കട്ടെ. ഇതൊക്കെ പോക്കുമ്പോ നോക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എന്തായാലും എല്ലാ കഷ്ണങ്ങളും ഇല്ലാത്തതിന്റെ കുറവ് എന്തായാലും ദിവസം കറി വെക്കണ്ടേ. അച്ഛാ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.